ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ രാവിലെ തന്നെ എൻ്റെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ മോനും കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരോ പണികളും ഞാൻ ചെയ്യുമ്പം എൻ്റെയൊക്കെ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇടയ്ക്ക് എൻ്റെ ബാക്കിൽ നടന്നിട്ട് അതുപോലെ ചെയ്യും കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് ഒന്നും പറ്റിയിട്ടാ കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ എന്താണെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്നുവെച്ചാൽ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഉച്ചക്കിലത്തതും അതുപോലെ ക്ലീനിങ് പരിപാടിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അലക്കാനുണ്ട് തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ജോലിയും എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ജോലി എടുത്താൽ നമ്മൾ എല്ലാ ജോലിയും കഴിയുമ്പോഴത്തേക്ക് ഇത് അവിടെ ആയിക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനല്ലല്ലോ. അപ്പോൾ ഞാൻ അലക്കാനുള്ള തുണി ഇടുമ്പം മോനും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനും ഓരോന്നും ഇടലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുറത്തേക്ക് പോയ സമയത്ത് കസാലയും കൊണ്ട് വന്നിട്ടില്ല. ഇതിൻ്റെ മുകളിൽ ആ വെള്ളം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലത്തെ വെള്ളം ഇതാക്കാൻ വേണ്ടിയിട്ട് കാലിങ്ങനെ പിടിച്ച് കയറുന്നുണ്ട്. അതിനിടെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം ഓനങ്ങനെ പെട്ടെന്ന് കാലാകുമ്പം അങ്ങനെ മുകളിലേക്ക് അങ്ങനെ വെള്ളത്തിൽ വീണുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം നമുക്ക് പേടിയാണ്. കാല് മുകളിലോട്ട് ഇട്ടിട്ട് ആ വെള്ളം തൊടാൻ വേണ്ടിയിട്ട് കളിക്കുന്നുണ്ടായിന്. അപ്പോൾ പിന്നെ നല്ലോണം പേടി വന്നിട്ട് കേട്ടോ. കാരണം ഇതിന് കാണാണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടാങ്കിൽ എങ്ങനെയായാലും അതിൽ കയറട്ടെ. കാരണം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോൾ മോനിക്ക് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഞാൻ മോനെ പെട്ടെന്ന് തട്ടിയിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാ. പിന്നെ മെഷീൻ ഇട്ട ശേഷം മോനെ അടകൊക്കെ ഷോക്കും കാര്യങ്ങളെല്ലാം അടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മോനെയും കൊണ്ട് ഉള്ളിലേക്ക് കുറച്ച് തുണിയും കാര്യമെല്ലാം എടുക്കാനുണ്ടായിന്. പിന്നെ അതും എടുത്ത് പിന്നെ ഞാൻ മോൻ്റെ കസാലയെല്ലാം ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ പണിയെന്ന് വെച്ചാൽ ഈ കസാലയും കൊണ്ട് എനിക്ക് എത്താത്തടുത്തല്ല ഈ കസാലയും കൊണ്ട് കയറലാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികളിലപ്പം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് അൽഹംദുലില്ലാ പിന്നെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ കുറച്ച് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ്. ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ ചെടി വാടുന്നുണ്ട്. അപ്പോൾ രാവിലെ വൈകിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇനി ഉച്ചത്തേക്കുള്ള കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചോറുമ്മ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ചോറിടായിട്ടുണ്ട്. അപ്പം ഇറച്ചി ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറച്ചിക്കറി വെക്കാനുള്ള ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇറച്ചിയെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി എല്ലാവരും കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇറച്ചിൻ്റെ ഉള്ളിൽ ഞാൻ നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് മുഴുവനായിട്ട് ഇറച്ചിക്കറിക്ക് വല്ലാത്ത ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ ഞാൻ കുക്കറിലാണ് കേട്ടോ ഇറച്ചിക്കറി ആക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, ഈസിയാണല്ലോ. അപ്പം ഞാൻ കുക്കറിൽ ഒന്ന് വെച്ച ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാം. അങ്ങനെ ഉള്ളിയെല്ലാം വാട്ടി പിന്നെ തക്കാളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ചതച്ചലൂട്ടി വാട്ടിയ ശേഷം പിന്നെ ഞാൻ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ഞാൻ ഈ ഇറച്ചി മസാല അതെല്ലാം ഇട്ടിട്ട് ഇറച്ചിയെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. കാരണം ഇറച്ചിയിൽ തന്നെ അത്യാവശ്യം വെള്ളം വരും. അപ്പം ഞാനൊന്ന് ഒരു 5-6-7 വിസിൽ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മസാലേൻ്റെ പൊടിയെല്ലാം ഒന്ന് എടുത്തെടുത്ത് തന്നെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രമെല്ലാം കഴുകിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്.
അങ്ങനെ കിച്ചണെല്ലാം ക്ലീനാക്കി പാത്രമെല്ലാം കഴുകാനുണ്ടായിനി. അപ്പോൾ കൗണ്ടർ ടോപ്പും പാത്രവും എല്ലാം ക്ലീനാക്കിയ ശേഷം പിന്നെ ഗ്യാസ് അടുപ്പും കൂടി ക്ലീനാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചി അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വിസിലൊന്ന് മൊത്തത്തിൽ പോകുന്നവരെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഉമ്മ അടുപ്പിൽ ചോറ് വെച്ചിന്. അപ്പോൾ ആ ഒരു ചൂട് കുറച്ച് പോയ ശേഷം ഞാൻ എന്തൊക്കെ ആ ഒരു കൈയോടെ തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ പരക്കെല്ലാവർക്കും പനിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മേശപ്പുറത്ത് ഒരുപാട് മെഡിസിൻ ഉണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് നേരെയാക്കിയിട്ട് പിന്നെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അലക്കിയ തുണിയെല്ലാം ഒന്ന് മടക്കി വെക്കാനുമുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് മടക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാതൊന്നും അടിച്ചു വാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സിറ്റൗട്ടിൽ പിന്നെ ഫസ്റ്റ് സിറ്റൗട്ട് ഫുൾ അടിച്ചു വാരി പിന്നെ കുറേ ചെരുപ്പെല്ലാം അങ്ങനെ വലിച്ചിട്ട് അപ്പോൾ അതെല്ലാം നേരാക്കിയിട്ട് പിന്നെ ദിവാറും കൊട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനത്തെ തലയണും കാര്യങ്ങളെല്ലാം നേരാക്കിയിട്ട് ശേഷം പിന്നെ ഉള്ളും അതുപോലെ തന്നെ ഹോളും റൂമും കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് അടിച്ചു വാരുന്നുണ്ട് കേട്ടോ. പിന്നെ അടിച്ചു വാരിയിട്ട് ഞാൻ ഒന്ന് സിറ്റൗട്ട് മാത്രം ഞാൻ തുടച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിൽ ഞാൻ ഇന്നലെ തുടച്ചുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള കച്ചറ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ സിറ്റൗട്ട് മാത്രമേ ഞാൻ തുടച്ചിടുന്നുള്ളൂ കേട്ടോ. ഈ ജോലിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് വന്നിട്ട് വാഷിംഗ് മെഷീൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം ഒന്ന് അലക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ആർത്തിടുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ആർത്തിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കുളിച്ച് നിസ്കരിക്കുക അങ്ങനത്തെ പരിപാടിയല്ലോ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.